ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പണിയിലാണ്. അതായത് നമുക്ക് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് ഒരു 20 ചട്ടി ഇതേപോലത്തെ കേട്ടോ, മറ്റേ HDP പോട്ട് 20 ചട്ടി അത് നടാനായിട്ട് മണ്ണും അതേപോലെ തൈകളും എല്ലാ തരത്തിലുള്ള തൈകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഈ 20 ചട്ടിയിൽ മണ്ണ് നിറച്ച് 20 തൈകളായിട്ടുള്ളത്. വെണ്ട, തക്കാളി, മുളക്, പയർ, വഴുതന, അങ്ങനെ 20 തൈയുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ഇന്ന് നടാൻ എന്നെ സഹായിക്കാനായിട്ട് ഉണ്ണിയും കുഞ്ഞിയും ഉണ്ട്. അവരാണ് എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിക്സിംഗ് ഒക്കെ തുടങ്ങാം. ഓക്കെ. ദീപുണ്ട്, ഉണ്ണിണ്ട്, അമ്മണ്ട്. മണ്ണ് ഞാൻ ഇടാൻ പാടും. മാഹിഷ്മതി നല്ല കർഷക ശ്രീസ് മണ്ണ് കാലിയപ്പോഴേക്ക് ചാടി. ഇനി ഇതിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇടണം. ഇത് കിട്ടും. ചകിരിച്ചോറ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നടക്കാം. 2 ട്രിപ്പായിട്ടായിട്ടോ മിക്സ് ചെയ്യുന്നത്. വാഴ നീക്കാമോ? നീ മിക്സ് ചെയ്യാമോ? കടങ്ങ് പിടിക്കാതെയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ കൂടി ഇട്ടേക്കണതിലേക്ക് നമുക്ക് കുറച്ച് കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. കമ്പോസ്റ്റ് കുറച്ച് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ കുറച്ച് കമ്പോസ്റ്റും കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ 20 ചട്ടിയിലും കൂടി നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കമ്പോസ്റ്റ് ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. 2 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. ഒരു 4 ചാക്കിലാണ് നമുക്ക് മണ്ണ് തന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാട്ടോ മിക്സ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പോട്ടിലേക്കായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇവരൊക്കെ എന്നെ സഹായിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു 10 ചട്ടിയും കൂടി എടുത്തുകൊണ്ട് ഉണ്ണി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഓരോ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നതെല്ലാം സൈഡിലെടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ അടുത്ത 10 ചട്ടിയും കൂടി എടുത്തുകൊണ്ട് വന്നു. അതൊരു നല്ലൊരു ബ്രൗൺ കളറാട്ടോ. ആ കളറും ഗ്രേ കളറും 2 കളറിലായിട്ട് നമുക്ക് ചട്ടികൾ കിട്ടിയത്. അപ്പോൾ ഉണ്ണി അതെല്ലാം അവിടെ നിരത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ 2 ചാക്ക് മണ്ണ് മിക്സ് ചെയ്ത് തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത 2 ചാക്കും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഇതെല്ലാം നടാനായിട്ട്. അപ്പോൾ ഞാനും ദീപയും കൂടിയാണ് അത് മണ്ണൊക്കെ കുഴഞ്ഞിടുന്നത്. നല്ല വെയിറ്റുള്ള ഒരു ബാഗാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 കിലോ ആണ് ഒരു ബാഗിൽ മണ്ണ് മിക്സ് ചെയ്ത് വന്നേക്കണത്. അങ്ങനെ 2 ബാഗ് ആദ്യത്തേൽ ഇട്ടായിരുന്നു. ഇത് അടുത്തതിലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള 10 ചട്ടിയും കൂടിയും വേഗം നിറച്ച് വയ്ക്കാം.
അടുത്ത 10 ചട്ടിയിൽ ഞാൻ കുറച്ച് കരിയിലയും കൂടി ഇടുന്നുണ്ട്. ആദ്യത്തേൽ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കരിയില ഇടാനായിട്ട്. അപ്പോൾ അടുത്ത 10 ചട്ടിയിൽ കുറച്ച് കരിയില, അവിടെ ഇവിടെയൊക്കെ കിടന്ന കരിയില, അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള കുറച്ച് മരത്തിൻ്റെ അരിച്ചു വാരണ കരിയിലയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കരിയിലയൊക്കെ കൂടി ഈ എല്ലാ ചട്ടിയിലും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ മണ്ണ് മിക്സ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ട്രിപ്പ് ചെയ്യുന്നത്. ആദ്യത്തേൽ ഇടാൻ മറന്നുപോയതാ കേട്ടോ. നമ്മുടെ 20 ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി തൈകൾ ഓരോന്നായിട്ട് നടാണ്. ആദ്യം ഞാൻ നടന്നത് വെണ്ടയാട്ടോ. എല്ലാം 4 തൈകൾ വെച്ചിട്ടാണ് ഉള്ളത്. വെണ്ട, തക്കാളി, വഴുതന, പച്ചമുളക്, പയർ, അങ്ങനെ 5 ഐറ്റം 4 തൈകൾ വെച്ചിട്ടാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വെണ്ടയാണ് എല്ലാത്തിലും നടന്നത്. 4 വെണ്ട തൈകളായിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അങ്ങനെ എല്ലാ തൈകളും ഓരോന്നായിട്ട് വേഗം നട്ട് തീർത്തു കേട്ടോ. ചട്ടിയിലും എല്ലാ തൈകളും നട്ട് കഴിഞ്ഞു. 10 ബ്രൗൺ കളറും 10 ഒരു സിൽവർ കളർ ചട്ടി കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചതിന് ഒരു 970 രൂപ കൊടുത്തിട്ടാണ് ഇങ്ങനെ 20 ചട്ടി വാങ്ങിച്ചത്. അതിനായിരുന്നു കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത്. ഈ ചട്ടി കുറച്ചും കൂടി കനം കുറഞ്ഞ ടൈപ്പ് ചട്ടികളാട്ടോ. കുറച്ചും കൂടി നല്ലത് ആദ്യം നിന്ന ചട്ടികളായിരുന്നു. ഇതിൻ്റെ കളർ 2 കളർ മാത്രമേ ഉള്ളൂ, ബ്രൗണും സിൽവർ കളറും. അപ്പോൾ ഞാൻ എല്ലാം നട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാത്തിനും വെള്ളമൊക്കെ നനച്ച് കൊടുക്കുകയാണ്. ഈ വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ചട്ടികളെല്ലാം എടുത്ത് തണലത്തേക്ക് വെക്കാൻ. അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ചട്ടിയൊക്കെ എടുത്ത് ഇതേപോലെ തണലത്തേക്ക് എടുത്ത് വയ്ക്കാൻ കേട്ടോ. ചട്ടിയെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു 20 ചട്ടിയിൽ നമ്മൾ 5 തരം പച്ചക്കറികളുടെ തൈകളാണ് എല്ലാം നട്ടേക്കണേ. അപ്പോൾ എല്ലാം നട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വളർച്ച ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ബൈ.